ജമ്മുകാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കി സൈന്യവും സിആർപിഎഫും ജമ്മുകാശ്മീർ പോലീസും ഉൾപ്പെട്ട സംയുക്ത ഓപ്പറേഷൻ. കശ്മീരിൽ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 2 സുപ്രധാന ഓപ്പറേഷനുകളാണ് സുരക്ഷാസേന വിജയകരമായി പൂർത്തിയാക്കിയത്. 6 ഭീകരരെ വധിക്കുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ GOC വിക്ടർ ഫോഴ്സ് മേജർ ജനറൽ ധനഞ്ജയ് ജോഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. CRPF, സൈന്യം, ജമ്മുകാശ്മീർ പോലീസ് എന്നിവർ സംയുക്തമായിട്ടാണ് 2 ഓപ്പറേഷനുകളും നടത്തിയത്. ഷോപ്പിയാനിലെ കെലാർ, പുൽവാമയിലെ ത്രാൽ എന്നിവിടങ്ങളിലാണ് ഓപ്പറേഷൻ നടത്തിയത്. 6 ഭീകരരെ വധിക്കാൻ കഴിഞ്ഞു. സുരക്ഷാ സേനയുടെ ഏകോപനമാണ് ഇത് സാധ്യമാക്കിയത്, മേജർ ജനറൽ ധനഞ്ജയ് ജോഷി പറഞ്ഞു. കൊല്ലപ്പെട്ട 6 ഭീകരരിൽ ഒരാളായ ഷാഹിദ് കുട്ടെ 2 പ്രധാന ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ജർമ്മൻ വിനോദസഞ്ചാരിക്കെതിരായ ആക്രമണവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഭീകരവാദത്തിന് ഫണ്ട് ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളിലും ഇയാൾക്ക് പങ്കുണ്ട്, മേജർ ജനറൽ ധനഞ്ജയ് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു. കശ്മീർ താഴ്വരയിൽ ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ സേനകളും അവരുടെ തന്ത്രങ്ങൾ അവലോകനം ചെയ്തു. ഈ അവലോകനത്തെ തുടർന്ന് ഓപ്പറേഷനുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനമായി. ഈ തീവ്രമായ ശ്രദ്ധയുടെയും ഏകോപനത്തിന്റെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ 2 വിജയകരമായ ഓപ്പറേഷനുകൾ നടത്തി. അതിൽ ഞങ്ങൾക്ക് കാര്യമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. ഷോപ്പിയാൻ, ത്രാൽ മേഖലകളിലാണ് 2 ഓപ്പറേഷനുകളും നടത്തിയത്. ഇത് മൊത്തം 6 ഭീകരവാദികളെ വധിക്കുന്നതിൽ കലാശിച്ചു. കശ്മീർ താഴ്വരയിലെ ഭീകരത അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്, കശ്മീർ IGP VK ബിർഡി പറഞ്ഞു. ത്രാലിലും ഷോപ്പിയാനിലും അതീവ ദുർഘടമായ സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് ഓപ്പറേഷനുകൾ പൂർത്തിയാക്കിയത്. ഭീകരരെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വിഭാഗങ്ങൾ ഉറപ്പു നൽകി. മെയ് 14-ന് കെല്ലാറിലാണ് ആദ്യ ഓപ്പറേഷൻ നടന്നത്. ഭീകരർക്ക് വേണ്ടി നടത്തിയ വ്യാപകമായ തെരച്ചിലിനൊടുവിൽ 3 ഭീകരരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മെയ് 15-ന് ത്രാലിലും സമാനമായ രീതിയിലുള്ള ഓപ്പറേഷൻ നടന്നു. ഇതിലും 3 ഭീകരരെ സൈന്യം വധിച്ചു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം. പഹൽഗാം ആക്രമണത്തിന് ശേഷം കശ്മീരിനടുത്തുള്ള ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കടുത്ത നടപടിയാണ് വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്നത്. മെയ് 12-നാണ് ഷോപ്പിയാൻ മേഖലയിൽ ഭീകര സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിക്കുന്നത്. പിറ്റേന്ന് പുലർച്ചെ തന്നെ സൈന്യം പ്രദേശം വളഞ്ഞ് തിരച്ചിൽ തുടങ്ങി. സേനയ്ക്ക് നേരെ ഭീകരർ വെടിവെച്ചു. മലമേഖലയിലെ വനത്തിൽ ഏറെ ദുഷ്കരമായ ഓപ്പറേഷനാണ് സേന വിജയകരമായി പൂർത്തിയാക്കിയത്. 3 ഭീകരരെ വധിച്ചു. 48 മണിക്കൂറിനുള്ളിൽ അടുത്ത ഓപ്പറേഷൻ. ത്രാലിലെ നഥേറിൽ ഗ്രാമത്തിനകത്താണ് ഭീകരർ എത്തിയത്. ഗ്രാമത്തിലെ വീടുകളിൽ ഒളിച്ചിരുന്നാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. ഗ്രാമവാസികളെ മറയാക്കാൻ ശ്രമിച്ചു. സാധാരണക്കാർക്ക് അപായമൊന്നും പറ്റാതെ വേണമായിരുന്നു ഭീകരരെ നേരിടേണ്ടത്. അതും വിജയകരമായി പൂർത്തിയാക്കാൻ സേനാ അംഗങ്ങൾക്ക് കഴിഞ്ഞു. ജർമ്മൻ വിനോദസഞ്ചാരികളെ ആക്രമിച്ച ഷാഹിദ് കുട്ടെ അടക്കമുള്ള ഭീകരരെയാണ് സൈന്യം വധിച്ചത്. വനമേഖലയിലടക്കം സൈന്യം ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്, സുരക്ഷാ സേന വിശദീകരിച്ചു.